ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിത്യയെ തേടി ഒരു സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നു. ഒരുപാട് അലഞ്ഞിട്ട് നിത്യയ്ക്ക് ഇതുവരെ ജോലി കിട്ടിയില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ നിത്യയ്ക്ക് ജോലി കിട്ടിയിരിക്കുന്നു. വളരെ സന്തോഷത്തോടെയാണ് എല്ലാവരും അത് കേൾക്കുന്നത്. നാളെ തന്നെ ജോയിൻ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സന്തോഷത്തോടെ സുജാതയും ജ്യോതിയും ശരവണനും ഒക്കെ നിൽക്കുന്നുണ്ട്. അലഞ്ഞു നടന്നിട്ട് അവസാനം നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടല്ലോ എന്നെ സുജാത പറയുമ്പോൾ നിത്യ പറയുന്നു, അതേ അമ്മേ, ഇനി നമ്മൾ കഷ്ടപ്പെടേണ്ടി വരത്തില്ല. നമുക്ക് പിടിച്ചു നിൽക്കാൻ ഒരു മാർഗമായി. അമ്മ, ഇത് സന്തോഷമുള്ളൊരു കാര്യമാണല്ലോ. അമ്മ, ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ? അമ്മ, നിങ്ങൾ കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ശരവണ എന്ന് വിഷമത്തോടെ സുജാത പറഞ്ഞു. നിത്യ, അമ്മ നിങ്ങൾ കഴിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് ശരവണൻ. നിത്യ ഒന്നും മിണ്ടുന്നില്ല. ശരവണൻ പറയുന്നു, ഇരിക്കേ, നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ളത് കഴിക്കാമെന്നേ. അങ്ങനെ അവരെ നിർബന്ധിച്ച് അവിടെ ഇരുത്തുകയാണ് ശരവണൻ. എന്നിട്ട് ശരവണൻ തന്നെ 4 പേർക്കും 3 പേർക്കും വിളമ്പി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ശരവണനും കഴിക്കുന്നു. അങ്ങനെ ഇപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഇതേസമയം ഹരിയെ കാണിക്കുന്നുണ്ട്. അമ്മാവ അമ്മാവ എന്ന് വിളിച്ച് ഹരി അവിടേക്ക് വന്നു. മുറിയിലെത്തിയപ്പോൾ കുഞ്ഞ് ഒറ്റയ്ക്ക് കിടന്ന് കളിക്കുന്നതാണ് ഹരി കാണുന്നത്. അമ്മാവൻ ഈ കൊച്ചിനെ ഒറ്റയ്ക്കിട്ടിട്ട് എവിടെ പോയി എന്നൊക്കെ പറയുന്നു. പിന്നെ കുഞ്ഞിനെ കളിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഹരി. എപ്പോൾ ഉണർന്നു എന്നൊക്കെ കുഞ്ഞിനോട് ചോദിക്കുന്നു. പിന്നെ അമ്മാവനെ വിളിച്ചു. അമ്മാവൻ അവിടേക്ക് വരുന്നുണ്ട്. എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഹരി സന്തോഷത്തോട് പറയുന്നു, എനിക്ക് ജോലി കിട്ടിയ അമ്മാവ. ഞാൻ പറഞ്ഞില്ലേ ഒരു പ്രൈവറ്റ് കമ്പനിയുടെ കാര്യം, അവിടെ അസിസ്റ്റന്റ് മാനേജറായിട്ട്. നല്ല കാര്യമാണല്ലോടാ എന്നൊക്കെ അമ്മാവൻ പറയുന്നു. എല്ലാം എൻ്റെ മോളുടെ ഭാഗ്യമാണ് എന്ന് ഹരി പറയുന്നുണ്ട് സന്തോഷത്തോടെ തന്നെ. ഇനിയൊന്ന് സെറ്റിൽ ആവണം, ജീവിച്ചു തുടങ്ങണം, പഴയതൊക്കെ മറന്ന് പുതിയൊരു ജീവിതം എന്നും ഹരി പറയുമ്പോൾ അമ്മാവൻ്റെ മുഖത്ത് പെട്ടെന്നൊരു വിഷമം. എന്താ അമ്മാവ എന്ന് ഹരി ചോദിക്കുന്നു. അല്ല മോനെ, ഒരുത്തി എവിടെയോ നടക്കുന്നോ എന്നോർക്കുമ്പോൾ എന്നെ അമ്മാവൻ പറയുമ്പോൾ ഹരി പറയുന്നു, പഴയതൊക്കെ മറക്കണമെന്ന് എന്നെ കൂടെ ഓർമ്മിപ്പിച്ചിട്ട്. എടാ മോനെ, മനസ്സിൽ നിന്ന് പറിച്ചെടുത്ത് കളയാൻ പറ്റുമോ? മകളായി പോയില്ലേ. ഏതായാലും നിനക്ക് ഈശ്വരാനുഗ്രഹം ഉണ്ടല്ലോ, നിന്നെ അനുഗ്രഹിക്കും എന്നൊക്കെ ഇങ്ങനെ അമ്മാവൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. ഈ സമയം വീണയുടെ കഴുത്തിൽ താലി കെട്ടിയ കാര്യവും അതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഹരി ഓർക്കുന്നുണ്ട്. പിന്നെ വീണയുമായി പിരിഞ്ഞ കാര്യവും ഒക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് ഹരി. ഇതേസമയം സുജാതയുടെ വീട്ടുകാരെയും അവരെല്ലാം കാണിക്കുന്നു. എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയം പെട്ടെന്ന് ജ്യോതിക്ക് എന്തോ പോലെ തോന്നുന്നുണ്ട്. വൊമിറ്റ് ചെയ്യാൻ തോന്നുന്നു. പെട്ടെന്ന് ഓക്കാനിക്കുന്നത് പോലെയൊക്കെ. പെട്ടെന്ന് അവിടെ നിന്നും എണീച്ച് ഓടുകയാണ് ജ്യോതി. എല്ലാവരും ജ്യോതി ശ്രദ്ധിക്കുന്നു. എല്ലാവരും ജ്യോതി എന്ന് പറഞ്ഞ് പിറകെ പോകുന്നു. ജ്യോതിക്ക് ഒരു തലചുറ്റൽ പോലെയുമൊക്കെ. അങ്ങനെ ഇപ്പോൾ ജ്യോതി അവിടെ തലചുറ്റി വീഴുന്നു. ശരവണനോട് പെട്ടെന്ന് ഡോക്ടറെ വിളിച്ചിട്ട് വരാൻ സുജാത പറയുന്നു. അങ്ങനെ ശരവണൻ ഡോക്ടറെ വിളിക്കാൻ പോയിരിക്കുന്നു. തുടർന്ന് ഡോക്ടർ ജ്യോതിയെ പരിശോധിക്കുന്നു. പുറത്തേക്ക് വന്നതിന് ശേഷം ടെൻഷനോടെ നിന്ന സുജാതയോടൊക്കെ ഡോക്ടർ പറയുന്നു, പേടിക്കാനൊന്നുമില്ല, ഷീ ഈസ് പ്രഗ്നന്റ്. ഇത് കേട്ട് എല്ലാവരും ഒന്നും ഞെട്ടി. ഇത് കേട്ടാകെ തകർന്നു പോവുകയാണ് സുജാത. ശേഷം കാണിക്കുന്നത് വിഷമത്തോടെ ജ്യോതി ഇരിക്കുന്നു. ഇതേ സമയത്ത് തന്നെ രഘു സുജാതയെ വിളിക്കുന്നു. പക്ഷേ സുജാതയെ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നതുമില്ല. ഇതേ സമയത്ത് സാറയും ഇതുപോലെ തന്നെ സുജാതയൊക്കെ അന്വേഷിച്ച് കുറേ നാടുകളിലൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. കുറേ കടകളിലൊക്കെ അവരുടെ ഫോട്ടോ ഒക്കെ കാണിച്ചിട്ട് അവരെ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. എന്നാൽ ആർക്കും ഇവരെ അറിയില്ല എന്നാണ് പറയുന്നത്. ശിവാനന്ദനും ഇതുപോലെ തന്നെ നിത്യയുടെ ചിത്രം കാണിച്ച് നിത്യ അറിയാമോ എന്നൊക്കെ ഓരോരുത്തരോട് ചോദിക്കുന്നു. ശിവാനന്ദൻ മാത്രമല്ല ശ്രുതിയും മറ്റു ചിലരോടും ചോദിക്കുന്നു. ആർക്കും ഇവർ എവിടെയുണ്ടെന്ന് അറിയാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ കാണിക്കുന്നത് ഹരി ഒരു സ്കൂട്ടറിൽ പോയിക്കൊണ്ടിരിക്കുന്നു. നിത്യയും ജോലിക്കായി പോകുന്നുണ്ട്. കുറേ നാളുകൾ കഴിഞ്ഞു പോയിരിക്കുന്നു. കുറേ മാസങ്ങളും കഴിഞ്ഞു പോയിരിക്കുന്നു. അതിനിടയിൽ ഹരിയും നിത്യയും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും കത്തുകൾ അയക്കുന്നുണ്ടായിരുന്നു. ജ്യോതി പ്രസവിച്ചു. കുഞ്ഞിനെ നിത്യയും സുജാതയും കയ്യിൽ ഏറ്റുവാങ്ങിയിരിക്കുന്നു. സംഭവബഹുലമായ മധുര നൊമ്പരക്കാറ്റിന്റെ ആദ്യ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. കാലം പിന്നെയും കടന്നുപോയി. 8 വർഷങ്ങൾക്കു ശേഷം പ്രണയാർദ്രമായ 2ാം അധ്യായം തുടങ്ങുന്നു. തുടർന്ന് കാണുക. നിത്യയാണ് കാണിക്കുന്നത്. നിത്യ ബാഗ് നോക്കുമ്പോൾ ബാഗ് അവിടെയൊന്നും കാണുന്നില്ല. അമ്മയെ വിളിക്കുന്നുണ്ട്. സുജാത അവിടേക്ക് വന്നു. അമ്മേ, എൻ്റെ ബാഗ് കണ്ടോ അവിടെ വെച്ചിരുന്നത് എന്നെ നിത്യ ചോദിക്കുന്നു. കാണാതായിട്ടുണ്ടെങ്കിൽ കള്ളൻ പണി തുടങ്ങി എന്നാണ് അർത്ഥം എന്ന് പറയുന്നു. ആദ്യം വിളിച്ചുകൊണ്ട് നിത്യ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. സുജാതയും നിത്യയും ഒക്കെ ആദ്യം തിരക്കി നടക്കുന്നു. ഇപ്പോൾ ആദ്യം ഒളിച്ചിരിക്കുന്നത് കാണുന്നുണ്ട്. ആദ്യം ഒരു പുതപ്പ് മൂടി അവിടെ ഒളിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ അവരെ പേടിപ്പിക്കുന്ന രീതിയിൽ പെട്ടെന്നിങ്ങനെ പുതപ്പെടുത്ത് മാറ്റി ഒരു ശബ്ദമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. രണ്ടുപേരും കൈയും കെട്ടി ആദ്യയുടെ മുന്നിൽ നിൽക്കുന്നു. എന്താ പേടിക്കാതിരുന്ന സുജ എങ്ങനെ ചോദിക്കുമ്പോൾ, എടാ നീ എൻ്റെ അമ്മയെ പേര് വിളിക്കാറായോ? മുതിർന്നവരെ പേര് വിളിക്കുന്ന എന്തിനായെന്നൊക്കെ നിത്യ ചോദിക്കുന്നുണ്ട്.
കേരളത്തിലെ മുഖ്യമന്ത്രി ആരാണെന്ന് ആദി ചോദിച്ചു. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, പിണറായി വിജയൻ എന്ന് നിത്യ പറയുമ്പോൾ വീണ്ടും ആദി ചോദിക്കുന്നു. അപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് നിത്യ പറയുമ്പോൾ വീണ്ടും ആദി ചോദിക്കുന്നു. അവരൊക്കെ നിത്യാമ്മയേക്കാൾ പ്രായം കൂടിയവരല്ലേ, പിന്നെ എന്തിനാ പേര് വിളിക്കുന്നത്? അല്ല, ഏറ്റവും ഇഷ്ടപ്പെട്ട ദൈവം ഏതാ എന്ന് ചോദിക്കുന്നു. ശ്രീരാമൻ എന്ന് നിത്യ പറയുമ്പോൾ ആദി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തിനെയും പേര് വിളിക്കാം, ഞാൻ സുജിയുടെ പേര് വിളിക്കുന്നതാ പ്രശ്നമല്ലേ? ഇവനോട് പറഞ്ഞ് ജയിക്കാൻ പാടാ, വലുതാകുമ്പോ വല്ല അഡ്വക്കേറ്റോ മറ്റോ ആവുമായിരിക്കും എന്നൊക്കെ നിത്യ പറയുന്നു. എന്താ ഇവിടെ ഒരു ബഹളം എന്ന് ചോദിച്ച് ജ്യോതി അവിടേക്ക് വരുന്നു. ജ്യോതിക്കാണെങ്കിൽ ആദ്യം ഇഷ്ടമല്ല, ദേഷ്യത്തോടെയാണ് എപ്പോഴും ആദ്യയോട് സംസാരിക്കുന്നത്. ഈ നിത്യയും സുജയും ശരിയല്ലെന്നേ എന്ന് ആദ്യം പറയുമ്പോൾ മര്യാദയ്ക്ക് സംസാരിക്കണം, വായി തോന്നിയതാണോ വിളിച്ച് പറയുന്നത് എന്നൊക്കെ ജ്യോതി ദേഷ്യത്തോടെ സംസാരിക്കുന്നു. എന്താ മോളെ, എപ്പോഴും മോനോട് നീ ഇങ്ങനെയൊക്കെയാണല്ലോ സംസാരിക്കുന്നത്, ഇങ്ങനെയാണെങ്കിൽ അവൻ നിന്റെ അടുത്ത് വരുമ്പോൾ പേടിക്കില്ലേ എന്ന് സുജാത പറയുന്നു. എന്നോട് ആരും അടുക്കണ്ട, എനിക്ക് ആരും അടുക്കുന്നത് ഇഷ്ടമല്ല എന്ന് ജ്യോതി വളരെ ദേഷ്യത്തോടെ പറയുന്നു. വിഷമത്തോടെ നിൽക്കുകയാണ് ആദി. ആദിക്കുട്ട, പോയി നിത്യാമ്മയുടെ ബാഗ് എടുത്തിട്ട് വന്ന എന്ന് നിത്യ പറയുമ്പോൾ ആദി പറയുന്നു, ഞാൻ ബാഗ് എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഞാൻ തിരിച്ചു തരികയും ചെയ്യാം, പക്ഷേ പകരം നിത്യാമ്മ ഒരു കാര്യം ചെയ്യണം. ശരവണനും അവിടേക്ക് വന്നു. അപ്പോൾ വിലപേശാൻ വേണ്ടിയിട്ടാണല്ലേ ബാഗ് എടുത്ത് മാറ്റി വെച്ചത്? കേൾക്കട്ടെ, എന്താ ഡിമാൻഡ് എന്ന് നിത്യ പറയുമ്പോൾ ആദി പറയുന്നു, ഇന്ന് നിത്യാമ്മ പുറത്തു പോകുമ്പോൾ പൊട്ടു വെക്കണം. ഇത് കേട്ട് വിഷമത്തോടെ നിത്യ നിൽക്കുന്നു. ജ്യോതിയും സങ്കടത്തോടെ നോക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നതല്ലേ പൊട്ടു വെക്കാൻ, എന്നിട്ടെന്താ തൊടാത്തത് എന്ന് ആദി ചോദിക്കുമ്പോൾ നിത്യ വിഷമത്തോടെ പറയുന്നുണ്ട്, അതൊന്നും പറഞ്ഞാൽ മോന് മനസ്സിലാകില്ല. ഈ പ്രായത്തിലല്ല ചാന്തും പൊട്ടും കൺമശിയും ഒക്കെ നോക്കുന്നത്. സ്കൂളിൽ പോയ സമയമായില്ലേ, പോയി റെഡി ആയിക്കൂടേടാ എന്ന് ജ്യോതി ആദിയോട് പറഞ്ഞു. അങ്ങനെ ആദി അവിടെ നിന്ന് പോകുന്നു. മോൻ ചോദിച്ചത് ശരിയല്ലേ, നിനക്ക് ഒന്ന് ഒരുങ്ങി നടന്നൂടെ മോളെ എന്ന് സുജാത നിത്യയോട് പറയുന്നു. ഇനിയും ജീവിതമില്ലേ എന്നൊക്കെ ശരവണൻ ചോദിക്കുമ്പോൾ ശരവണനോട് നിത്യ പറയുന്നു, ഉണ്ടോ ശരവണ, എനിക്ക് അങ്ങനെ ഒരു ജീവിതം ഉണ്ടോ? പൊട്ട് വെക്കാനുള്ള അർഹത എനിക്കുണ്ടോ? ഞാനൊരു വിധവയല്ലേ? അത്രയും പറഞ്ഞിട്ട് നിത്യ അകത്തേക്ക് പോകുന്നു. ഇത് കേട്ട് ജ്യോതിയും സുജാതയും ശരവണനും വിഷമത്തോടെ നിൽക്കുന്നു. അമ്മ, എനിക്ക് ജോലിക്ക് പോകാൻ സമയമായി, പോയിട്ട് വരാം എന്ന് പറഞ്ഞ് ശരവണൻ പോകാൻ തുടങ്ങുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് സുജാതയോട് പറയുന്നു, അമ്മ എല്ലാം ശരിയാകും, കടവൾ അവരുടെ മനസ്സിലെല്ലാം തോന്നിക്കും എന്ന് പറഞ്ഞ് ശരിയെന്നൊക്കെ പറഞ്ഞ് ശരവണൻ പോകുന്നു. തുടർന്ന് ആദ്യം സ്കൂളിൽ പോകാനായിട്ട് തനിയെ ഒരുങ്ങി വരുന്നു. ജ്യോതിയുടെ അരികിലേക്ക് വന്നിട്ട് പറയുന്നു, ദേ ഈ സോക്സ് ഒന്ന് ഇട്ട് തന്നെ, എനിക്കെങ്ങും വയ്യ, നീ നിന്റെ നിത്യാമ്മയോട് പറയുന്നത് ജ്യോതി. നിത്യാമ്മ റെഡി ആവുകയല്ലേ, നിത്യാമ്മയ്ക്ക് ജോലി ഉള്ളതല്ലേ, ജ്യോതിയല്ലേ ഇവിടെ വെറുതെ ഇരിക്കുന്നത്, ദേ മര്യാദയ്ക്ക് ഇത് ഇട്ട് തന്നോ എന്നൊക്കെ ആദ്യം പറയുമ്പോൾ, എടാ കാല് താത്തുവേ, കാല് മാറ്റാൻ എന്ന് പറഞ്ഞ് ജ്യോതി ഇപ്പോൾ ആദിയെ തള്ളിയിടുകയാണ്. എന്താ ജ്യോതി കാണിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് നിത്യ അവിടേക്ക് വന്ന് ആദിയെ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.